ഇവിടെ താമസിക്കുന്നെങ്കിൽ കുറച്ചൊക്കെ മാനേഴ്സ് കീപ്പ് ചെയ്യണം. നിങ്ങളെ പോലല്ല, അപ്പുറത്ത് ഒരുപാട് മാന്യന്മാര് താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കാണ്, വന്നതും പോയതും ഒക്കെ കഴിയട്ടെ. അമ്മച്ചി, രാവിലെ കഴിക്കാനും കിഴിക്കാനും എന്ത് വേണം? കിഴിക്കാനൊന്നും വേണ്ട, കഴിക്കാൻ എന്തെങ്കിലും വായിക്ക് രുചിയായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ടുതരാം. വായിക്ക് രുചിയായിട്ടെന്ന് പറയുമ്പം ഇവിടെ വായി വെച്ച് കഴിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടോ കൊണ്ടുതരാൻ? പിന്നെ ബാക്കിയുള്ളവരൊക്കെ ചെവിക്കകത്ത് വെച്ചാണ് കഴിക്കുന്നത്. എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുതരാനാ പറഞ്ഞു. എന്തുവാ വേണ്ടത്? നീ പോയിട്ട് കുറച്ച് വാട്ടക്കപ്പ പുഴുങ്ങിയത് കൊണ്ടുവാ. പാട്ടക്കപ്പയോ? പാട്ടക്കപ്പ ഇത് കേട്ടിട്ടില്ലേ? എന്റെ അമ്മാവ ഇവിടെ കപ്പയും കിപ്പയൊന്നും കിട്ടത്തില്ല. പിന്നെ അപ്പം കിപ്പം കിട്ടുവോ? അപ്പോ കിപ്പോ? ഇവിടെ കപ്പയൊന്നും അലൗഡ് അല്ല അമ്മച്ചി. മോനെ 1 കിലോ കപ്പയൊന്നും വേണ്ട, ഒരു 5-6 കൊണ്ടുവന്നു, അത് മതി. 1 കിലോ ഭ്രാന്ത് പിടിച്ചിട്ട് എങ്ങോട്ടല്ലേ എന്തിനു വന്ന് കേറാ? ഭ്രാന്താ, നീ ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞില്ലയോ, കുറച്ച് വാട്ടക്കപ്പ പുഴുങ്ങിക്കൊണ്ട് വന്നാ മതി. മീൻ ഞാൻ ഇവിടെ ചുട്ടു വെച്ചിട്ടുണ്ട്. മീൻ ചുട്ടു വെച്ചതാ? ഹോട്ടലിൽ കയറി മീൻ ചുട്ടു വെച്ചത്. ഈ മീനിന്റെ മണം വാങ്ങാൻ അപ്പുറത്ത് അടിച്ചു കഴിഞ്ഞാൽ അവര് കംപ്ലൈന്റ് കൊടുക്കും. പിന്നെ എംഡിയും ഗിംഡിയും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലിയും കീലിയും പോകും. നിങ്ങൾ എന്ത് വൃത്തികളൊക്കെയാ കാണിച്ചിരിക്കുന്നത്? അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് ഈ മീൻ എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടാനാ? ആ ചില്ലുകൂട്ടി കിടപ്പുണ്ടായിരുന്നു, ഒരു 4 എണ്ണം നല്ലതെടുത്ത് ഞാൻ വറുത്ത് വെച്ചു. എന്താ നിനക്ക് വേണമായിരുന്നു? ഭഗവാനെ, അക്കൂറിയത്തിൽ കിടന്ന ലക്ഷങ്ങൾ വിലയുള്ള മീനെ എടുത്ത് ചുട്ട് വെച്ചത്. എടോ, പാട്ടക്കപ്പഴോടെ കഴിക്കാനാണോ ലക്ഷങ്ങൾ വിലയുള്ള മീനെടുത്ത് ചുട്ട് വെച്ചത്? എന്താ മുട്ടുപോലെ പൊടിഞ്ഞു പോന്നടാ തിന്നാൻ? അല്ല അമ്മച്ചി, ഞാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്തോ, രണ്ടുപേരും ഇപ്പൊ ഇവിടെ അങ്ങനെ ഇറങ്ങാൻ പറ്റുമോ? ഇവിടെ ആരാ തീട്ടത്? ഒരു കാര്യം നിന്നോട് ഞാൻ പറയാം. ഞങ്ങള് ഗ്രാമപ്രദേശത്ത് നിന്ന് വരുവാ. ഈ ചില പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും കുറവുണ്ടെന്നേ ഉള്ളൂ എന്നും കരുതി ഈ കിടക്കുന്ന കട്ടിലിന്റെ അടുത്ത് ഈ കണ്ണുതിരിവ് ഞങ്ങൾ കാണിക്കത്തില്ല. ചോദിച്ചത് തീയിട്ട് വെച്ചത് മീൻ ചുടാൻ വേണ്ടി ഇട്ട് വെച്ചതാ. എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ ഇറങ്ങിക്കോണം. ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. MD അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പണിയും കിണിയും പോകും. പണിയും കിണിയും പോയി കഴിഞ്ഞാൽ നീ തുണിയും മണി ഇറച്ചോണ്ട് ഇപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത്, എടാ, നമ്മക്കൊരു സ്ഥലത്ത് നിലയും വില ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അപ്പൊ ഇറങ്ങിക്കോട്ടെ. അതാണ് അന്തസ്. എന്റെ കാര്യം നോക്കാം, നീ കണാറിനെ കണ്ടു പഠിക്കടാ. ഇങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നതെന്തില്ല. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം 5 വർഷം എന്റെ വീട്ടിലായിരുന്നു പൊറുതി. ഒരു പണിക്കും വേലയ്ക്കും പോകത്തില്ല, തിന്നും കുടിച്ച് മരിക്കാൻ തന്നെ ഇരിക്കുമായിരുന്നു. അവസാനം എന്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞപ്പം എല്ലാവരോട് ചെവിക്ക് പിടിച്ചു വെക്കി വെളിയിൽ വിടുവായിരുന്നു. നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ വീട്ടിൽ കിടന്ന് വഴക്കിടുന്ന പോലെ ഇവിടെ കിടന്ന് വഴക്കിടരുത്. ഇത് 5 സ്റ്റാർ ഹോട്ടൽ. എന്റെ വീട്ടിൽ കിടന്ന സാധനം അടിച്ചു പൊട്ടിക്കാൻ ദൈവമേ, ഏത് സമയത്താണ് ഇവര് വന്ന് കേറിയത്? ഇതെല്ലാം അടിച്ചു പൊട്ടിച്ച ദൈവമേ, ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയേക്കുന്നത്. MD വരുമ്പോ ഞാൻ എന്തോ പറയും? ലക്ഷക്കണക്കിന് രൂപ ഇപ്പൊ കൊടുക്കേണ്ടി വരും. ഇല്ല, ലക്ഷക്കണക്കിന് രൂപ ഒക്കെ ഞാൻ തരുവാടാ. എന്റെ കാശുണ്ട്, കാശുമായിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എടാ, നിനക്കറിയാമോ, എന്റെ വീടും പറമ്പും റിമോട്ട് കാർ എടുത്തു, കുറച്ച് കാശ് കിട്ടി. റിമോട്ട് കാർ എടുത്തെങ്കിൽ ആ കാറിനകത്ത് കയറി എവിടെയെങ്കിലും പോകാൻ പറ്റുന്നുണ്ടോ? എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നു? എടാ കുഞ്ഞ, റിമോട്ട് കാരനല്ല, റിസോർട്ടുകാരെടുത്തെന്ന് പറയുക. എപ്പോഴും ആ കാശ് കൊണ്ടാ ഞാൻ ഇവിടെ കിടന്ന് കളിക്കുന്നത്. നിന്റെ കാശ് എത്രയെന്ന് പറയടാ, നീ കണക്കെടുക്ക്. നിങ്ങള് നേരെ റിസപ്ഷനിൽ പോകുമ്പോ ഒരു ലേഡി ഇരിപ്പുണ്ട്. അവിടെ ജോലി കളയണോ? കളയുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ ലേഡിയുടെ കയ്യിൽ ബില്ലോ കില്ലോ കൊടുക്കുക. അത് കഴിഞ്ഞ് അവിടുന്ന് വല്ല ഓട്ടോയോ കീട്ടോയോ കിട്ടുമെങ്കിൽ പിടിച്ച് സ്റ്റാൻഡിൽ ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വല്ല ഞങ്ങൾ അവിടുന്ന് എങ്ങനെയും പൊക്കോളാം. അതെന്താ? വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നീ എന്തുവാ പറയുന്നതെന്ന് എനിക്ക് ഇവിടെ കിട്ടി.